നമസ്കാരം, ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷന്മാർക്ക് പ്രാതിനിധ്യം നൽകുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. വിഴിഞ്ഞം പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റാണ്. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുവാനാകാതെ ഹൈക്കമാൻഡ്. അനുനയ നീക്കത്തിൽ വഴങ്ങാതെ സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരട്ടെ എന്ന് മുതിർന്ന നേതാക്കൾ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുവാനുള്ള തീരുമാനം കോൺഗ്രസിനകത്ത് വലിയ സംഘർഷത്തിന് കാരണമാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പൊട്ടിത്തെറി ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൊട്ടിത്തെറിയുണ്ടാവും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന്. അപ്പോൾ വരാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേട്ട വാർത്തയനുസരിച്ച് മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ ആരും കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയണമെന്ന ആ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള പരിഹാസമായിട്ടാണ് അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുക. KPCCയിലെ നേതൃമാറ്റം സംബന്ധിച്ച് എറണാകുളം ആലുവയിൽ പ്രതിഷേധ പോസ്റ്റർ. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മുട്ടം, കളമശ്ശേരി പ്രദേശങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചായ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. ഒന്നാം ഘട്ടം പൂർത്തിയാക്കി. വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി. കേരളത്തിലെ വിനോദസഞ്ചാര മേഖല വികസന കുതിപ്പിൽ. മുഴപ്പിലങ്ങാട് ബീച്ച് വികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ പൊതുവിലും കണ്ണൂരിന്റെ പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് ഇവിടെ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്ന ഈ പദ്ധതി. സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത്. വിനോദസഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികളുമുണ്ട്, വിദേശ സഞ്ചാരികളുമുണ്ട്. ഇവരെയെല്ലാം കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിന് കഴിയുമെന്നാണ് പ്രത്യേകത. CPIM രാജ്യസഭാ കക്ഷി നേതാവായി ജോൺ ബ്രിട്ടാസ് MP നിയമിച്ചു. തീരുമാനം വികാസ് രഞ്ജൻ ഭട്ടാചാര്യ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന്. സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബിയ വിടവാങ്ങി. തിരൂരങ്ങാടി വെള്ളക്കാട് സ്വദേശിയാണ്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. 2014 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം അവാർഡ് ജേതാവായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപകടത്തിൽ അന്വേഷണം ഊർജിതം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് PWD ഇലക്ട്രിക്കൽ വിഭാഗം. അപകടം ബാറ്ററി തകരാർ കാരണമെന്ന് റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പഴയ ബ്ലോക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായ സാഹചര്യത്തിലാണ് പഴയ ബ്ലോക്ക് നവീകരിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂർ പൂരത്തിനൊരുങ്ങി നാടും നഗരവും. സാമ്പിൾ വെടിക്കെട്ടിനായി തയ്യാറെടുപ്പുകൾ. ചമയ പ്രദർശനത്തിന് തുടക്കം. തിരുവമ്പാടി വിഭാഗം ആദ്യം തിരികൊളുത്തും. പിന്നാലെ പാറമേക്കാവിന്റെയും സാമ്പിൾ വെടിക്കെട്ട്. തൃശൂർ പൂരം വിവാദം സർക്കാർ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. അതിനെ സംബന്ധിച്ച് ഞങ്ങളല്ലല്ലോ ഉത്തരം പറയേണ്ടത്. അല്ല CPIMോ പാർട്ടിയോ പറയേണ്ട കാര്യമല്ല. അത് ഗവൺമെൻറ് തലത്തിൽ അവർ തന്നെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം ചെയ്യട്ടെ. അതിനെ സംബന്ധിച്ച് ഞങ്ങളല്ലല്ലോ ഉത്തരം പറയേണ്ടത്.
തൃശൂർ പൂരം അലങ്കോലമാക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഒരു റിപ്പോർട്ടും അവഗണിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണുള്ളത്. ആ കാര്യത്തിൽ ഈ പ്രശ്നത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുണ്ടാകുന്നത്. തൃശ്ശൂർ CPIയും കോൺഗ്രസും ഒരുപോലെ അഴിമതിക്കാരാണെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ. അഴിമതി ചെയ്തത് ആരാണെന്ന് രാജീവ് വ്യക്തമാക്കണമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കുന്നത്. പൊട്ടിത്തെറി ഇപ്പം തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൊട്ടിത്തെറിയുണ്ടാവും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 120ഓളം പേജുള്ള കുറ്റപത്രമാണ് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വേടന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ദളിത് താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചെറുപ്പക്കാരനാണ് വേടനെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. ദളിത് ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഐക്യവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വേട്ടയാടാൻ ഒരു ശ്രമവും പുലിപ്പല്ലി കേസിൽ വേടനെതിരായ സമീപനം ശരിയല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വേടന്റെ കാര്യത്തിൽ തിടുക്കപ്പെടുവാൻ കാരണമെന്തെന്ന് പരിശോധിക്കണം. അതുപോലുള്ള രൂപങ്ങളിൽ പഴയ കാലത്ത് തുടർന്നു വരുന്ന രീതിയുണ്ട്. ഇപ്പം പുതിയതോ സംഭവങ്ങളൊന്നല്ല ഇത്. പഴയ കാലത്ത് ഇതുപോലുള്ള ചില രീതികൾ ചില ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ പുലിനഖം കെട്ടി മാല ഇടുക എന്നതൊക്കെയുള്ള ഒരു സാധാരണ രീതിയാണത്. അത് ആ നിലയിലാണ് കാണുന്നത്. അതിങ്ങനെ വളരെ വികാരപരമായി ഇന്നലെയോ മെഞ്ഞാന്നോ മറ്റോ മൃഗത്തെ കൊന്ന് നഖമെടുത്ത് കൊമ്പെടുത്ത് എന്നുള്ള രീതിയിൽ അത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ശരിയല്ല. തീർച്ചയായും വനം വകുപ്പ് തന്നെ അതൊരു പുനഃപരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോവുകയായിരുന്ന മലയാളികൾ സഞ്ചരിച്ച ഒമിനി വാനും ബസ്സും കൂട്ടിയിടിച്ച അപകടത്തിൽ 4 പേർ മരിച്ചു. തമിഴ്നാട് തിരുവാരൂർ തിരുത്തനപ്പൂണ്ടിയിൽ നിന്ന് 6 മണിക്കാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം കേശവദാസപുരത്ത് വാഹനത്തിന് തീപിടിച്ചൊരു മരണം. ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചത് ഓട്ടോ യാത്രികൻ. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥികൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. പാലാ ഭരണങ്ങാനം വിലങ്ങുംപാറ പാലത്തിനടിയിലെ കുളിക്കടവിലാണ് അപകടം. അടിമാലി മുണ്ടക്കയം സ്വദേശികളായ അമൽ K ജോമോൻ, ആൽബിൻ ജോസഫ് എന്നിവരെയാണ് കാണാതായത്. കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ വീണു മരിച്ചു. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി ശെൽവമാണ് ചാലിയാർ പുഴയിൽ വീണത്. ഉരുവിന്റെ ക്യാബിന് മുകളിൽ ഉറങ്ങുകയായിരുന്ന ശെൽവം അബദ്ധത്തിൽ പുഴയിലേക്ക് വീണതായി സംശയം. ആലുവയിൽ ബാർ ജീവനക്കാരനെതിരെ അക്രമം. 3-അംഗ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആലുവ മഹിളാലയം കവലയിലെ പാർക്ക് ആർക്കേഡിയ എന്ന ബാറിലെ ജീവനക്കാരനായ ഗണേശനാണ് കുത്തേറ്റത്. സംഭവത്തിൽ ശ്രീമൂലനഗരം സ്വദേശികളായ മഹേഷ്, സജിത്, തിരുവല്ല സ്വദേശി ഷിൻഡു എന്നിവരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലത്ത് നാടോടി സ്ത്രീ കടത്താൻ ശ്രമിച്ച 3.5 വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ കണ്ടക്ടറെയും അഞ്ചാലമൂട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്താൻ സഹായിച്ച വിദ്യാർത്ഥികളെയും പോലീസ് ആദരിച്ചു.
ജനങ്ങളാണ് പോലീസിന്റെ കരുത്തെന്ന് DIG അജിത ബീഗം പറഞ്ഞു. ടോപ്പ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.